കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടണമെന്ന ആവശ്യം ഉന്നയിച്ച് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ തദ്ദേശ തിരഞ്ഞെടുപ്പ് തീരും വരെ നീട്ടണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകി. വിവരങ്ങളുമായി കാളിദാസൻ ചേരുന്നുണ്ട്. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് തിരഞ്ഞെടുപ്പ് ഓഫീസർ മുന്നോട്ട് വന്നിരിക്കുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പ് തീരും വരെ നീട്ടണമെന്നാണ് ആവശ്യം. എന്തൊക്കെയാണ് വിവരങ്ങൾ? അരുണിമ, പ്രധാനമായും കഴിഞ്ഞ ദിവസം നടന്ന സർവകക്ഷി യോഗത്തിൽ വലിയ രീതിയിൽ ആവശ്യമുയർന്നിരുന്നു. കേരളത്തിൽ ഈ ഒരു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കാൻ സാധ്യമല്ല, അതിന് തങ്ങൾ എതിർക്കുമെന്നുള്ള തരത്തിൽ വിവിധ പ്രതിപക്ഷ പാർട്ടികളടക്കം ആവശ്യം ഉന്നയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിൽ വോട്ടർമാർ ബുദ്ധിമുട്ട് അനുഭവിക്കും, അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ നിന്നും പലരുടെ പേരും അപ്രതീക്ഷിതമായി നീക്കപ്പെടുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായേക്കാം. ബീഹാറിൽ സംഭവിച്ച പോലെ ഇവിടെ കേരളത്തിലും സംഭവിക്കാൻ തങ്ങൾ സമ്മതിക്കില്ല എന്നുള്ള തരത്തിലൊക്കെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ കൃത്യമായ രീതിയിൽ അവരുടെ പ്രതിഷേധ സൂചകമായി അവരുടെ നിലപാടൊക്കെ അറിയിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ KPCC അധ്യക്ഷൻ്റെയൊക്കെ പ്രതികരണത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. കാരണം ഈ ഒരു കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തുന്നതിനെതിരെ വലിയ രീതിയിൽ ഒരു പ്രതിഷേധം തന്നെ അറിയിക്കുന്ന തരത്തിലുള്ള ചില വാക്കുകളൊക്കെ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിൻ്റേത്. അപ്പോൾ അത്തരത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം നടന്ന കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വിളിച്ചു ചേർത്തൊരു സർവകക്ഷി യോഗത്തിലാണ് ഇത്തരത്തിൽ കുറേ നിലപാടുകൾ പാർട്ടികളുടെ പ്രതിപക്ഷ പാർട്ടികളുടെയൊക്കെ നിലപാടുകൾ ഉയർന്നു വന്നത്. അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് ബീഹാറിലേതുപോലെ തന്നെ ഇവിടെ നടത്താനാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഇവിടെ നടത്തുകയാണെങ്കിൽ അതിൽ വലിയ രീതിയിൽ ഒരു ക്രമക്കേട് ഉണ്ടാവാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നുള്ളതാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെ അഭാവം വലിയ രീതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നതിനോടനുബന്ധിച്ച് ഉദ്യോഗസ്ഥരുടെ അഭാവം കൂടി ഉണ്ടായേക്കാം എന്നുള്ളതും കൂടിയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായും ഈ ഒരു കത്ത് നൽകിയതിന് പിന്നാലെ അവർ ആവശ്യമായി ഉയർത്തിയിരിക്കുന്നത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കേരളത്തിൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള രത്തൻ ഖേൽക്കർ കത്ത് നൽകിയിരുന്നത്. ആ കത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഇതുതന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം നടന്ന ഈ ഒരു സർവകക്ഷി യോഗത്തിൽ ഉയർന്ന ആവശ്യങ്ങളൊക്കെ എടുത്തു കാണിച്ചുകൊണ്ടുള്ളതായിരുന്നു ആ ഒരു കത്ത് എന്ന് പറയുന്നത്. അതിൽ പ്രധാനമെന്ന് പറയുന്നത് ഈ ബീഹാറിൽ നടന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ തുടർന്നുണ്ടായ ചില സംഭവ വികാസങ്ങളും അതോടൊപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി പല ഉദ്യോഗസ്ഥരും അതിൻ്റെ ചുമതലയൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതേ ഉദ്യോഗസ്ഥർ തന്നെയാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ സംബന്ധിച്ചുള്ള നടപടികളുമൊക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. BLOമാരടക്കം അവരുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ ആരംഭിച്ചൊരു സാഹചര്യം കൂടിയാണ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ സംബന്ധിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, രാജ്യത്തിൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വിളിച്ചു ചേർത്ത, സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ വിളിച്ചു ചേർത്ത ഒരു യോഗമുണ്ടായിരുന്നു. ആ യോഗത്തിൽ അവർ കൃത്യമായൊരു സമയക്രമം അടക്കം തന്നെ പറയുന്നുണ്ട്. കാരണം ജനുവരി 1, 2026 കൂടി തന്നെ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം രാജ്യമെമ്പാടും നടപ്പിലാക്കുന്ന തരത്തിൽ, അത് പൂർത്തിയാകുന്ന തരത്തിലുള്ള നടപടികളൊക്കെ തന്നെ സ്വീകരിക്കണമെന്നുള്ളതായിരുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വിളിച്ചു ചേർത്ത യോഗത്തിലൊക്കെ അടക്കം തീരുമാനമുണ്ടായിരുന്നത്. അതിനെ സംബന്ധിച്ചുള്ള നടപടികളൊക്കെ ഓരോ സംസ്ഥാനങ്ങളിലുമൊക്കെ തുടങ്ങി വരുന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് കേരളം അടക്കം 5 സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും അടുത്തായി തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ വരാനിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തന്നെ ഉടനെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്കൊക്കെ തന്നെ കേരളം കടക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എത്രയും വേഗം നടപ്പിലാക്കാൻ, അതിൻ്റെ നടപടികളൊക്കെ വേഗത്തിലാക്കാൻ തന്നെ ഒരു ആവശ്യമൊക്കെ തന്നെ ആ ഒരു യോഗത്തിൽ, അതായത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വിളിച്ചിരുന്ന ആ യോഗത്തിൽ ഉയർത്തിയിരുന്നു. അതിനെ സംബന്ധിച്ചുള്ള നടപടികളൊക്കെ അതിവേഗത്തിൽ പുരോഗമിക്കുകയാണെന്നുള്ള തരത്തിലുമൊക്കെ തന്നെ നമുക്ക് വിവരങ്ങളൊക്കെ തന്നെ ലഭിച്ചിരുന്നു. അതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം നടന്ന ഈ ഒരു സർവകക്ഷി യോഗമടക്കം നടന്നത്. കാരണം എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെയും അഭിപ്രായം അടക്കം രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം തുടങ്ങുക എന്നുള്ളതും കൂടി കഴിഞ്ഞ ദിവസം നമുക്ക് വ്യക്തമായിരുന്നു. ആ ഒരു യോഗത്തിൽ ഉയർന്ന ആവശ്യങ്ങളൊക്കെ കൃത്യമായി കത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള രത്തൻ ഖേൽക്കർ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടണം എന്നുള്ളൊരു ആവശ്യം കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥരുടെ അഭാവം ഉണ്ടാകാം എന്നുള്ളതാണ്. കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടി പ്രവർത്തിക്കേണ്ട ഉദ്യോഗസ്ഥർ തന്നെയാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് വേണ്ടിയും അതിൻ്റെ നടപടികളും കൂടി കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥരുടെ അഭാവം വലിയ രീതിയിൽ ബാധിച്ചേക്കാം, ഈ ഒരു പരിഷ്കരണത്തെ പോലും ബാധിച്ചേക്കാം, ഇത്തരത്തിൽ വലിയ വിമർശനങ്ങൾക്ക് കൂടി കാരണമായേക്കാം എന്നുള്ളതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള രത്തൻ ഖേൽക്കർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കത്തയച്ചിരിക്കുന്നത്. അരുണിമ.
ശരി, കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടണമെന്ന ആവശ്യമാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഉന്നയിച്ചിരിക്കുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പ് തീരും വരെ നീട്ടണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര കമ്മീഷന് കത്തും നൽകിയിട്ടുണ്ട്. വാർത്തയുടെ വിശദമായ വിവരങ്ങൾ നൽകിയത് കാളിദാസനാണ്.